റേക്കി എന്ന സംഗതി എന്ന് വെച്ചാൽ അത് ഹീലിംഗ് ആണ് റേക്കി. അപ്പോൾ റേക്കി പഠിച്ചവർക്ക് മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഹങ്കാരം ഉണ്ടാവില്ല. എന്ത് കിട്ടിയാലും ഒരു ഒരു സമതുലിതാവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഞാനിതുപോലെ റേക്കി പഠിച്ച സമയത്ത് ഇതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യാണ്. എനിക്ക് വീട്ടിലിരുന്ന് അന്ന് കുട്ടികളുണ്ട്, ജോലിക്ക് പോകണം, വലിയ തിരക്കാണ്. ഈ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഞാൻ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്നാണ് വായിക്കാറ്. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് പോയ പിന്നെയാണ് അമൃതാനന്ദമയെ കണ്ട ശേഷമാണ് ഞാൻ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിയത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് എവിടെയൊന്നും വായിക്കാം, നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് എന്ത് വായിക്കുമ്പോഴും കോൺസെൻട്രേഷൻ ഉണ്ടായാൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ ലളിതാ സഹസ്രനാമം വായിക്കും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്ര സമയത്ത് ട്രെയിൻ ലേറ്റ് ആവും, അപ്പോൾ വൈകും. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ എനിക്ക് സീറ്റ് തരുമായിരുന്നു. ഞങ്ങൾ പാസഞ്ചറിലാണ് പോകാറ്. പാസഞ്ചറിൽ പോകുമ്പോൾ സീറ്റ് തരുമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ആയപ്പോൾ ഒരാൾ എന്നെ എപ്പോഴും കളിയാക്കും, റീഡിങ് വുമണിനൊക്കെ വിളിച്ച് കളിയാക്കും. എനിക്ക് വിഷയമൊന്നും അല്ലാതെ, കാരണം നമ്മളിത് പഠിച്ചാൽ നമുക്കൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അവനൊരു പ്രശ്നം വന്നു. അപ്പോൾ ജോലി പോകുന്ന പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, രഹസ്യമായിട്ട് വന്നു, എനിക്കിതൊന്ന് എൻ്റെ പ്രശ്നം ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പ്രശ്നം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. മോനൊരു കാര്യം ചെയ്യും, മോന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എൻ്റെ വീട്ടിലാരും പ്രാർത്ഥിക്കാറില്ല, അവരൊക്കെ പ്രാർത്ഥനയിനകത്ത് ആയിക്കോട്ടെ. ആര് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ റൂമിലിരുന്ന്, നമ്മൾ വാതിലടച്ച് റൂമിലിരുന്ന് വടക്കോട്ടിരിഞ്ഞ് പ്രാർത്ഥിക്കുക. മഹാദേവനെയും പാർവതിദേവിയും പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം ആരും വഴക്ക് പറയരുത്, ആരോടും ദേഷ്യപ്പെടില്ല എന്ന് ഒരു ശബ്ദം എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി റേഖി ചെയ്യാം, നീ പോയിക്കോളുന്നു. അങ്ങനെ അവൻ ഈ പ്രതിസന്ധിക്കുള്ള സമയത്ത് അങ്ങനെ ജോലി സ്ഥലത്ത് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ബോസ് മറന്നുപോയി.